ആരോഗ്യം അമൂല്യം. പകർച്ചവ്യാധികളും ഹോമിയോപ്പതി ചികിത്സയും രാമനാട്ടുകരയിലും കോഴിക്കോട്ടുമുള്ള അമല ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടർ ജയകുമാർ എം പന്നക്കൽ സംസാരിക്കുന്നു. ഏറ്റവും പുതിയ രോഗം വന്നു കോവിഡ് വന്നപ്പോൾ ഇവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ക്വാറന്റീൻ എന്നുള്ള വാക്ക് എല്ലാവർക്കും കാണാപ്പാടെ. അതിന് മുമ്പ് നമുക്കൊന്നും കാണാപ്പാടല്ല ക്വാറന്റീൻ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മാസ്ക് ഉപയോഗിക്കുക. അപ്പോൾ മറ്റു സിസ്റ്റങ്ങളെ മുഴുവൻ ചികിത്സിക്കാൻ അനുവദിക്കാത്ത ഒരു ഘട്ടം വന്നു. ആ ഘട്ടത്തിൽ ചിലപ്പോൾ ആ ഭയം കൊണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിൽ ഓരോ പുതിയ രോഗങ്ങൾ വരുമ്പോഴും ഹോമിയോപ്പതിയുടെ സാധ്യത അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോവിഡിനെ ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പറ്റിയില്ല, പക്ഷേ പിന്നെ ചികിത്സിക്കാൻ പറ്റി. ഞങ്ങളുടെ ഇന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടില്ലല്ലോ. സാധാരണ സോക്കോട് വൈറൽ ഫീവർ നോക്കുന്ന പോലെ തന്നെ ഹോമിയോപ്പതിക്കാർക്ക് കോവിഡ് ചികിത്സിക്കാൻ പറ്റി. കാരണം അതൊരു വൈറൽ ഫീവറാണ്. ഹോമിയോപ്പതി ആദ്യം മുതലേ രംഗത്തിറക്കിയിരുന്നെങ്കിൽ ഇതൊരു മാസ് വൈറൽ ഫീവറായി മാത്രം മാറിയേനെ. ആദ്യഘട്ടങ്ങളിൽ ഹോമിയോ പ്രതിരോധ മരുന്നാണ് എല്ലാവരും കഴിച്ചിരുന്നത്, ആഴ്സനിക് ആൽബം, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പിന്നെ കൂടാതെ ഈ വാക്സിനേഷൻ കുട്ടികൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 9 ലക്ഷത്തോളം സർക്കാർ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കോവിഡ് ഹോമിയോപ്പതി പ്രതിരോധ മരുന്ന് ആഴ്സനിക് ആൽബം. ആർക്കും കോവിഡ് വന്നിട്ടില്ല, ആർക്കും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും നല്ല സിസ്റ്റത്തിനെ പുതിയ രോഗങ്ങൾ വരുമ്പോൾ മാറ്റി നിർത്തുന്നത് തീർത്തും തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കോവിഡ് പിന്നെ ആദ്യം കഠിനമായ പനി വരുന്നു, ചുമ വരുന്നു, തൊണ്ടവേദന വരുന്നു, ചിലർക്ക് ബ്രീത്ത്ലെസ്നെസ്, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട്, സ്മെല്ല് പോവുക, ടേസ്റ്റ് പോവുക, സ്കിന്നിൽ റാഷസ് ഉണ്ടാവുക, വയറിളക്കം ഉണ്ടാവുക, ശക്തമായ ഘട്ടത്തിൽ ന്യൂമോണിയ, ഓർഗൻ ഫെയിലർ മുതലായി ഉണ്ടാവാം. ഹാർട്ട് രോഗികൾ, കിഡ്നി രോഗികൾ, COPD, ഒബീസിറ്റി, സിക്കിൾ സെൽ അനീമിയ ഇങ്ങനെയുള്ള രോഗികൾക്ക് കുറച്ചും കൂടി അപകടകരമാവാം. അപ്പോൾ അതിൻ്റെ ടെസ്റ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. RT-PCR എന്ന് എല്ലാവരും ചെയ്തിട്ടുണ്ട്, ആൻറ്റിബോഡി ടെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. പിന്നെ അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഓരോ അങ്ങനത്തെ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു കോമൺ പ്രോട്ടോക്കോൾ ഉണ്ട്, അത് നമ്മളെല്ലാവരും അനുവർത്തിക്കേണ്ടതാണ്. നിർബന്ധമായും അത് ഫോളോ ചെയ്യണം. മാസ്ക് ഇടുക, കൈ കഴുകുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, രോഗീനെ പുറത്തിറക്കരുത്. അങ്ങനെയെല്ലാം നമ്മൾ അടുത്ത കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ എല്ലാവരും നിർബന്ധമായി ഫോളോ ചെയ്യുന്നു. പക്ഷേ ചികിത്സ വരുമ്പോൾ ഹോമിയോപ്പതിക്ക് ഒരു ചികിത്സാ പ്രോട്ടോക്കോൾ അനുവദിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡിന് അവസാന ഘട്ടത്തിൽ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ധാരാളം നോക്കിയിട്ടുണ്ട്. പിന്നെ വന്ന രോഗങ്ങളാണ് H1N1 ഇടയ്ക്ക് വന്നു പോയത്. അത് നമ്മുടെ ഫ്ലൂവിനൊന്നും കൂടി സ്ട്രോങ് ആയിട്ടില്ല. പിഗെന്നും ഒക്കെ പകർന്നു വരാം. ശക്തമായ വൈറൽ പനി, അത് മിക്കവാറും നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ തന്നെ അറിയാതെ ചികിത്സിച്ച് പോയിട്ടുണ്ടാവും മിക്ക ഡോക്ടർമാരും. പിന്നെ അതിനിടയ്ക്ക് നിപ്പ വന്നു. നിപ്പ നമ്മളെയൊക്കെ ഭയപ്പെടുത്തി, എല്ലാവരും മരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള രോഗം വരുമ്പോൾ ഒരു ഹോമിയോപ്പതി ഒരു ആയുധ ഉപകരണമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് പോലെ തന്നെ ഹോമിയോപ്പതി, ആയുർവേദം, അങ്ങനെ പല ഇതുണ്ട്. നമ്മൾ ഒരു ആയുധത്തിന് പറ്റുന്നില്ലെങ്കിൽ മറ്റേ ആയുധം നമ്മൾ ഉപയോഗിക്കേണ്ടതല്ലേ, ഹോമിയോപ്പതി പരീക്ഷിക്കേണ്ടതല്ലേ. നിപ്പ ഒരു കാരണവശാലും ക്ലിനിക്കിൽ ചികിത്സിക്കാൻ പറ്റിയ രോഗമല്ല. അത്രയും വേഗം പരക്കുക, ചുരുങ്ങ സമയത്തിനുള്ളിൽ മരണം വരിക. അപ്പോൾ ആശുപത്രിയിൽ വെച്ച് തന്നെ നമ്മൾ ശിഷ്ടഭേദമന്യേ രോഗങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും സ്നേഹപൂർവ്വം ഹോമിയോപ്പതി ആയുധം കൂടി പരീക്ഷിക്കാൻ തയ്യാറാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഹോമിയോപ്പതിക്ക് അണുക്കളെ കൊല്ലേണ്ട കാര്യമില്ല. ഇപ്പോൾ നിപ്പ വൈറസ് എൻകഫലൈറ്റീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ബാറ്റിൽ നിന്ന് വരുന്നെന്ന് പറയപ്പെടുന്നു, ബാറ്റിൽ നിന്നും പിക്കുന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ പകരുന്നു. അപ്പോൾ അതിൻ്റെ സിംറ്റം മുഴുവൻ എടുത്തു വെച്ച് ഹോമിയോ ഡോക്ടർമാരെ പാനൽ കൊടുക്കുകയും നല്ല പ്രൈവറ്റ് പ്രാക്ടീഷണർമാർ തീർച്ചയായും ഉൾപ്പെടുത്തണം. കാരണം അവരാണല്ലോ റോട്ടിലിറങ്ങി ഫൈറ്റ് ചെയ്യണവർ. ഉണ്ടാക്കുകയും അതിൻ്റെ പ്രതിരോധ മരുന്നും കണ്ടുപിടിക്കുക, ഒരു ചികിത്സാ പ്രോട്ടോക്കോളും കണ്ടുപിടിക്കുക. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും നമ്മളുടെ കോവിഡിനെയൊക്കെ കീഴടക്കിയ പോലെ തന്നെ നിപ്പയും നമുക്ക് കീഴടക്കാൻ പറ്റും. ഇപ്പോഴുള്ള രോഗമായ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്, അതിനെപ്പറ്റി പറയുമ്പോൾ 2000 ആന്ധ്രയിൽ ജപ്പാനീസ് എൻകഫലൈറ്റിസ് ഉണ്ടായി. അന്ന് ഹോമിയോപ്പതി പ്രതിരോധത്തിൽ അങ്ങേറ്റം സക്സസ് ആയിരുന്നു. ആന്ധ്ര ഗവൺമെൻറ് ഉപയോഗിച്ചിരുന്നു. ബെൽഡോണ, കൽക്കരക്കാർബ്, ട്യൂബർക്കുൽ ഈ മരുന്നാണ് കൊടുത്തിരുന്നത്. ചികിത്സയിലും അതേപോലെ ഇപ്പോൾ നടക്കുന്ന അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിനും അപ്പോൾ 5-10 വരെ സിംറ്റം പരിപൂർണ്ണമായി കളക്ട് ചെയ്യുക. അതിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാൻ തീർച്ചയായും പറ്റും. ഒരു പകർച്ചവ്യാധി വന്നാൽ ഒരു 10-20 വരെ ലക്ഷണം എടുക്കുക. ലക്ഷണം എടുത്തിട്ട് കോമൺ വരുന്ന ഗ്രൂപ്പ് മരുന്ന് സെലക്ട് ചെയ്യുക. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് പ്രതിരോധം കൊടുക്കുക. അത് പ്രതിരോധം ഇരിക്കാൻ ക്യൂറേറ്റീവ് ആകും, ആഴ്സനിക് ആൽബം പോലെ. അതിന് ഹോമിയോപ്പതിയിൽ വാക്കുണ്ട്, ജീനസ് എപ്പിഡെമിക്കസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായും എല്ലാവരും ഉപയോഗപ്പെടുത്തണം. പകർച്ചവ്യാധികളും ഹോമിയോപ്പതി ചികിത്സയും സംസാരിച്ചത് ഡോക്ടർ ജയകുമാർ എം പന്നക്കൽ.